ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇന്ന് ഇവനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. എൻ്റെ പേരെന്താണെന്നറിയോ? ആർക്കെങ്കിലും മനസ്സിലായോ? ഇവനാണ് സാഫി. മുഹമ്മദ് സാഫി ഒന്നും അല്ല കേട്ടോ, വെറും സാഫി. പിന്നെ റാബിറ്റ് ഫിഷെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ ഇതിൻ്റെ പേരെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുന്നതാണെന്ന്. എന്തായാലും ഞങ്ങളുടെ ഇവിടെ സാഫി എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇവനെ ഞങ്ങളിതേ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോയാലോ? നമുക്കിപ്പോൾ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുരുമുളക്, ഇതൊക്കെ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ജീരകം കൂടെ ചേർക്കും. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുകയാണേ. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതേ നമ്മുടെ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതേ ഈ മസാല അതിനെ തേച്ച് പിടിപ്പിക്കാം. നമുക്ക് നമ്മുടെ മസാലയുടെ കളർ വേണ്ട. ഒരു മുള്ളുണ്ടെന്ന് തോന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് ഇടുമ്പോൾ എൻ്റെ കൈ തട്ടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡിലും ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണേ. നമുക്ക് മസാല ഒക്കെ തെറിക്കാണ് ഗൈസ്. മസാലയൊക്കെ പിടിപ്പിച്ച് തേച്ച് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. നോക്കൂ ഗൈസ്, നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മസാല തേച്ച് പിടിപ്പിച്ച് എൻ്റെ കൈ പുകയുന്നു ഗൈസ്. അപ്പോൾ ഇത് നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം, ഒന്ന് പിടിക്കട്ടെ മസാല അല്ലേ. അപ്പോൾ അതേ മുറ്റത്ത് ഞങ്ങൾ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, തീയൊക്കെ പിടിപ്പിച്ചു. ഇനി നമ്മുടെ ഉരുളി ഞാൻ വെച്ചു കൊടുക്കാം. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ ഇത് മസാല പിടിപ്പിച്ച് സെറ്റായ നമ്മുടെ സാഫി നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മീൻ്റെ ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കിപ്പോൾ ഇത് തിരിച്ചിട്ട് നോക്കാം. വെയിറ്റാണ് ഗൈസ്.
ഗൈസ്, വളരെ സാഹസികമായി ഞാനിത് തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നോക്ക് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറു സൈഡും കൂടെ നന്നായിട്ട് മുരിച്ചെടുക്കാം. ഞാൻ അടുപ്പത്തോട്ട് വയ്ക്കട്ടെ. അതേ നമ്മുടെ സാഫി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നോക്കൂ ഗൈസ്, ഹായ്, നല്ല മണം ഗൈസ്, നല്ല മണം. നമ്മുടെ സാഫി കൂടെ നോക്കൂ ഗൈസ്, നമ്മുടെ സാഫി കൂടെ പോക്ക പറക്കും, നല്ല മണം. ഇനി ഇത് രണ്ടും കഴിച്ച് നോക്കട്ടെ. ഇതിലേക്ക് സവാളയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒന്നൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താലോ. കിരിക്കൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലേ അതിൻ്റെ രീതി. സവാളയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതേ സോസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. സോസ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ സാഫിനെ നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചേട്ടനെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ഏട്ടാ, സുല്ലേട്ടാ, വരും, ടേസ്റ്റ് ചെയ്ത് നോക്കൂ എങ്ങനെയുണ്ടെന്ന്. സംഭവം കൊള്ളാം കേട്ടോ, സൂപ്പർ. സാഫി നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? സൂപ്പറായിട്ടുണ്ട്. അപ്പം ഞങ്ങളിത് കിലോയ്ക്ക് 250-260 രൂപയ്ക്കാണ് വരുന്നത്. ഞങ്ങളിത് 400 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ല മീനാണ് കേട്ടോ. പിന്നെ മസാലയൊക്കെ തേച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.